മോർണിംഗ്. അപ്പം ഞങ്ങളിപ്പോൾ സ്ഥലങ്ങളൊക്കെ കാണാൻ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ കസിൻ റോമിസ് ഞങ്ങൾക്ക് കുറേ ലൊക്കേഷൻസൊക്കെ അയച്ചു തന്നിട്ടുണ്ട് പോകാൻ വേണ്ടി. അപ്പോൾ അവൻ പറഞ്ഞത് അവൻ അയച്ചു തന്ന സെയിം ഓർഡറിൽ തന്നെ പോയാലേ ഒരു ദിവസം കൊണ്ട് നമുക്ക് മാക്സിമം കവർ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ്. അപ്പം അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന സ്ഥലങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണാം. സ്ലോ വൈൽഡ് ലൈഫ് ക്രോസിങ്. നമ്മൾ പോകുമ്പം ആരെങ്കിലും കണ്ടാലോ, ഒരു മാനെയെങ്കിലും കണ്ടാൽ മതിയായിരുന്നു അല്ലേ ചേട്ടായി? നമുക്ക് നാളത്തേക്കുള്ള ബുക്കിംഗ് നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഏത് സ്ഥലത്തന്നെ ചേട്ടായി? കുണുക്കുമലയോ? ആ, അങ്ങോട്ടുള്ള റൈഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അങ്ങനെ മൂന്നാർ എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. എന്ത് ക്ലിയർ ആണെന്ന് നോക്കി, ആകാശമൊക്കെ അല്ലേ. ഈ ഒരു ക്ലൈമറ്റ് ഈവനിങ് വരെ ചേട്ടായി ഇതാണോ ചേട്ടായി നേരത്തെ പറഞ്ഞ വൈൽഡ് ആനിമൽസ് റോഡ് ക്രോസ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞേ? 2 കൊമ്പുണ്ട്, നീണ്ട വാലുണ്ട്. ഇതാ ഈ കാണുന്നതാണ് മൂന്നാറിലെ നല്ല അടിപൊളി റോഡ്. ഞാൻ ചെറുതായിട്ട് വണ്ടി ഓടിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഡ്രൈവിംഗ് സീറ്റിന് അപ്പുറത്തിരിക്കാൻ തീരെ താല്പര്യമില്ല കേട്ടോ. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും വണ്ടി ഓടിക്കാനേ തോന്നില്ല. നിറച്ച് വളവും തിരിവുകളാണ്. വണ്ടികളൊക്കെ നല്ല പാഞ്ഞാട്ടോ വരുന്നത്. അത് കണ്ടപ്പോൾ തന്നെ ഞാൻ ആ ആഗ്രഹം കൊണ്ട് മാറ്റി വെച്ചു. വന്ന വഴിക്ക് തേയിലത്തോട്ടം കണ്ടപ്പോൾ, വന്ന വഴിക്കെല്ലാം തേയിലത്തോട്ടമായിരുന്നു, പക്ഷെ ഇതൊരു പ്രത്യേക ഭംഗി തോന്നിയപ്പോൾ നിർത്തിയതാണ് കേട്ടോ. നമുക്ക് എന്ത് രസമാണെന്നറിയോ, ആ മലയിൽ നിന്നൊക്കെ ഇങ്ങനെ മേഘം താഴത്തേക്ക് ഇറങ്ങി വരുന്ന പോലത്തെ ഒരു ഫീലിങ്. ചൂടുണ്ട്, പക്ഷെ നല്ല തണുത്തൊരു കാറ്റുണ്ട്. അതുകൊണ്ട് ബാലൻസ്ഡ് ആണ് ശരിക്കും. ഈവനിങ് ആകുമ്പോഴേക്കും മഴ പെയ്യുമായിരിക്കും. ഇതില്ലെങ്കിൽ ഇച്ചിരി കൂടി സെറ്റായിരുന്നു. നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ മാട്ടുപ്പെട്ടി ഡാമിലേക്കാണ് കേട്ടോ ഇപ്പോൾ വന്നേക്കുന്നത്. ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. ആ സമയത്ത് സ്പീഡ് ബോട്ടിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം നോക്കട്ടെ സ്പീഡ് ബോട്ട് ഉണ്ടോയെന്ന്. ഇതാ ഈ കാണുന്നതാണ് മാട്ടുപ്പെട്ടി ഡാം. സ്പീഡ് ബോട്ട് അല്ലല്ലോ, പെടലാ. ഞങ്ങളന്ന് പോയത് സ്പീഡ് ബോട്ടിന്. അതേ പോകുന്നുകൊണ്ടേ അറ്റത്ത് കണ്ടോ സ്പീഡ് ബോട്ട് പോകുന്നേ. അവിടെ ബാ. മാട്ടുപ്പെട്ടി ഡാമിൻ്റെ അവിടുന്ന് പുറത്തേക്ക് എന്തായിരിക്കും ഇതിൻ്റെ ഷട്ടറിന് തോന്നുന്നു, പുറത്തേക്ക് തുറന്നു വിടുന്ന വെള്ളം കണ്ടോ, എന്ത് ഫോഴ്സ്ഫുള്ളിയാണ് പോകുന്നതെന്ന് അറിയോ. നമ്മളിങ്ങനെ നോക്കി കുറച്ച് നേരം നോക്കിയിരിക്കുമ്പോഴേക്കും ആ വെള്ളം തെറിക്കുന്നത് കാണുമ്പോഴേ കണ്ണിന് എന്തോ പോലെയാണേ. ഭയങ്കര രസമുണ്ട് കാണാൻ. നല്ല ഫോഴ്സിലാണ് വെള്ളം പോകുന്നത്. ഇതാണ് ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തേക്കുന്നത്. 1080 രൂപയാണ് സ്പീഡ് ബോട്ടിന്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് 5 പേർക്ക് പോവാം. നമ്മൾ 2 പേരെ ഉള്ളത് കൊണ്ട് പേയ്മെൻറ്റ് വ്യത്യാസമൊന്നുമില്ല, 1080 തന്നെ. പക്ഷെ നമുക്ക് 2 പേർക്ക് പോയിട്ട് വരാം. 15 മിനിറ്റ്സ്. ഓൺലൈൻ ബുക്കിങ്ങും ഉണ്ട്, ഓഫ്ലൈൻ ബുക്കിങ്ങും ഉണ്ട്. ഒരു പേടിയില്ല. എനിക്കാണെങ്കിൽ വെള്ളം ഭയങ്കര പേടിയാണ്. ഒരു ആവേശചൂരത്തം കൊണ്ട് കയറി ബുക്ക് ചെയ്യുകയും ചെയ്തു. സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാണ് കേട്ടോ. നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന്. ആഗ്രഹമുണ്ട്, പക്ഷെ പേടി കൊണ്ടൊരു വേറെ. അങ്ങനെ ഞങ്ങൾ സ്പീഡ് ബോട്ടിൽ കയറി. അയ്യോ, ഇതത്ര ഒരു സുഖമുള്ള പരിപാടിയല്ല. എങ്ങനെയാണോ ചേട്ടായി? വെള്ളം ഇറങ്ങുന്ന രക്ഷയില്ല. അടിപൊളി. ഞങ്ങൾ മാട്ടുപ്പെട്ടി ഡാമൊക്കെ കണ്ടിട്ട് ഇപ്പം നമ്മൾ എക്കോ പോയിന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇവിടുന്ന് ഒരു 9 മിനിറ്റേ ഉള്ളൂ. ജസ്റ്റ് ഒരു 5 കിലോമീറ്റേഴ്സേ ഉള്ളൂ നമ്മുടെ ഈ മാട്ടുപ്പെട്ടിയിൽ നിന്ന് എക്കോ പോയിന്റിലോട്ട്. അപ്പം നമ്മൾ ആ ബോട്ടിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ ചേട്ടൻ പറഞ്ഞായിരുന്നു സാധാരണ ഈ സമയങ്ങളിലൊക്കെ ഇവിടെ ആന ഇറങ്ങാറുണ്ടെന്ന്. അപ്പോൾ ആന ഇറങ്ങിയിട്ട് ഇവർ ഇതുണ്ടോ, ഇത് താഴ്ഭാഗം എന്ന് വെച്ചാൽ ഡാമാണ്. അപ്പം ഇതുപോലെ പുല്ലിക്കോടെ പാവം ആനകളൊക്കെ ഇറങ്ങി വന്ന് അവിടെ വെള്ളം കുടിച്ച് പിന്നെ ആനകൾ ഡാം നീന്തി അപ്പുറത്തേക്ക് കടന്ന് പോയിട്ട് അപ്പുറത്തേക്ക് കയറി പോകാറുണ്ടെന്നൊക്കെയാണ് ചേട്ടൻ പറഞ്ഞത്. സാധാരണ ഈ സമയത്ത് കാണാറുണ്ടെന്ന് പറഞ്ഞു. ബട്ട് ഞങ്ങളുടെ ബാഡിലേക്ക് കൊണ്ട് ഞങ്ങൾക്ക് ഒരു ആനയെ പോലും കാണാൻ പറ്റിയില്ല. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ദൈവമേ ഒരു ആനക്കുട്ടനെങ്കിലും കാണണേന്ന്. അല്ലേ ചേട്ടായി? അറ്റ്ലീസ്റ്റ് ഒരു കുഴിയാനെങ്കിലും കാണണേന്ന് ഭയങ്കര പ്രാർത്ഥിച്ചോണ്ട് പോണേ. അകലേന്ന് കണ്ടാൽ മതി അല്ലേ ചേട്ടായി? അടുത്തൊന്നും കാണണ്ട. അകലേന്നായാലും ഒരു നോട്ടം
കാണാൻ പറ്റിയാൽ മതിയായിരുന്നു. ഇതുപോലത്തെ സ്ഥലങ്ങളിലൂടെയൊക്കെ ഇങ്ങനെ ആന ഇറങ്ങുമെന്നാണ് പറഞ്ഞത്. രാവിലെയൊക്കെ അവർ വെള്ളം കുടിക്കാനും പറക്കാനൊക്കെ ആയിട്ട്. ഓ, ഈ കമ്പി കിട്ടിയേക്കുന്ന ആന വരാതിരിക്കാൻ വേണ്ടി കേട്ടോ. പിന്നെ അതുങ്ങളങ്ങനെ വരും അല്ലേ. ഇതാ ഈ കാണുന്ന റിപ്പിൾ ടീയുടെ ഫാക്ടറിയും അതുപോലെ തന്നെ ഷോപ്പും കൂടിയാണ്. നമുക്കിവിടെ വേണ്ട സാധനങ്ങളൊക്കെ മേടിക്കാം. കണ്ണദേവൻ ഹിൽ പ്ലാന്റേഷൻ കമ്പനി നമ്മളിപ്പോൾ വന്നിട്ട് ചായപ്പൊടിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എങ്ങനെയാണ് ചായ ഉണ്ടാക്കുന്ന ആ സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും. പക്ഷെ അതിനുവേണ്ടി നമ്മൾ എക്സ്ട്രാ ടിക്കറ്റ് എടുക്കണം. അതിൻ്റെ ആവശ്യമില്ല. പക്ഷെ അത് മാത്രമല്ല, നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ടല്ലോ ഭയങ്കര ഒരു അരോമയാണ് കേട്ടോ. മൂക്കിലേക്ക് ഇങ്ങനെ ചായപ്പൊടിയുടെ ഭയങ്കര സ്മെല്ല് വരുന്നുണ്ട്. ഫ്രഷ് മണം, നല്ല ചായപ്പൊടിയുടെ. അത് ഭയങ്കര രസമാണ് ആ മണം അല്ലേട്ടേ. നല്ലൊരു സ്ട്രോങ് സ്മെല്ലാണ് വരുന്നത് ചായപ്പൊടിയുടെ. നമ്മൾ കുറച്ച് ചായപ്പൊടിയൊക്കെ മേടിച്ചിട്ടുണ്ട്. കുറച്ച് ഓഫേഴ്സൊക്കെ ഉണ്ട് ഇവിടെ സത്യം പറഞ്ഞാൽ. ഞങ്ങളുടെ സെക്കൻഡ് ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്ന വഴിക്ക് കാണുന്ന ഒരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ. എന്ത് ഭംഗിയാന്ന് നോക്കിയേ. തേയിലത്തോട്ടത്തിന് ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. നമ്മൾ വാഗമൺ ഇവിടെ പോകുമ്പോഴും ഇത്രയും ഞാൻ അങ്ങനെ എൻജോയ് ചെയ്തിട്ടില്ല. പക്ഷെ ഇതൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയും ഭംഗിയുള്ളൊരു സ്ഥലം. നല്ല രസമുണ്ട്, നല്ല ക്ലൈമറ്റാണ്. അതെ, മൂന്നാറെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് തണുപ്പാണല്ലോ. ഓൾറെഡി ആകാശത്ത് മേഘമൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം പ്രോബബിളി ഉച്ച കഴിഞ്ഞിട്ട് മഴയായിരിക്കും. അപ്പം പിന്നെ ഹലോ, എന്താ അരുക്കുമ്പൻ അവിടെയാണ് ഉറങ്ങിയെന്നാ? ചേട്ടനാണെങ്കിൽ ആനേനെ കാണാൻ പറ്റാത്തതിൻ്റെ വിഷമത്തിലാണ് ഈ നടക്കുന്നത് മുഴുവൻ അല്ലേ. നാളെ പോകുന്ന വഴിക്കെങ്കിലും നമുക്ക് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം. എന്താ മഞ്ഞിറങ്ങി തുടങ്ങി. ഇതേ എനിക്ക് നന്നായിട്ട് അവിടെ കണ്ടോ, നന്നായിട്ട് മഞ്ഞൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ അടുത്ത ലൊക്കേഷനിലേക്ക് പോകുമ്പോൾ അവിടുത്തെ വ്യൂ എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയത്തില്ല. പെട്ടെന്ന് ഓടി കവർ ചെയ്യണം, കാരണം അതുപോലെ സ്ഥലങ്ങൾ കാണാനുണ്ട്. നന്നായിട്ട് ഓടിയാലേ കവർ ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാം ഈ മൂന്നാർ ടൗണിൽ നിന്ന് ഒരുപാട് ദൂരെയാണ് എല്ലാം കാണുന്നത്. ഇപ്പം ഞങ്ങളിപ്പോൾ മാട്ടുപ്പെട്ടിയിൽ നിന്ന് എടുത്തപ്പോൾ തന്നെ 55 മിനിറ്റ് ട്രാവലാണ് കാണിച്ചേക്കുന്നത്. അപ്പം നമ്മൾ ഓടി എത്തണമെങ്കിൽ ഒരു ദിവസം സത്യം പറഞ്ഞാൽ പോരാ. ഈ മൂന്നാറിലേക്കൊക്കെ വരിക എന്ന് പറഞ്ഞാൽ തന്നെ ശരിക്കും നമ്മളൊരു 2 അല്ലെങ്കിൽ 3 ദിവസമൊക്കെ സ്റ്റേ ചെയ്യാൻ പാകത്തിന് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സമാധാനപരമായിട്ട് എല്ലാം കണ്ട് പോകാൻ പറ്റും. ഇതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒറ്റ ദിവസം 1 ഡേ ട്രിപ്പിനൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കൂടെ കവർ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ പറ്റാനും പറ്റത്തില്ല. ഓടിയാണെന്നാലും നമ്മുടെ സമാധാനത്തിലെല്ലാം കാണാം അല്ലേ. ഈ കാണുന്നതാണ് ലോക്ക്ഹാർട്ട് വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞൊരു സ്ഥലം. ഇവിടെ മുള്ളുവേലി ഇങ്ങനെ വെച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. ഇവിടെ നോക്കി കാണാൻ പറ്റും വലിയ വലിയ മലനിരകളും അതുപോലെ തന്നെ മേഘം കണ്ടോ, മേഘം മുട്ടി നിൽക്കുന്ന പോലത്തെ ഒരു വ്യൂ ഒക്കെ ആയിട്ട് കൊള്ളാം. ഇതാ കാണുന്ന ആ ഒരു സ്ഥലം കണ്ടോ, ഈ കാണുന്നത് ആ റിസോർട്ടിലായിരുന്നു ഞങ്ങൾ നേരത്തെ താമസം. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വരാനായിരുന്നു എളുപ്പം. ഞങ്ങൾ അവിടുന്ന് മാട്ടുപ്പെട്ടി പോയിട്ട് തിരിച്ച് വീണ്ടും ഇവിടെ വന്നു. ഇനി അടുത്ത സ്ഥലത്തേക്ക് വേണ്ടി ഞങ്ങൾ വീണ്ടും കറങ്ങണം. കറക്റ്റ് പ്ലാൻ പണ്ണണം. നമ്മൾ അടുത്ത് പോയിക്കൊണ്ടിരിക്കുന്ന ചിന്നക്കനാൽ വാട്ടർഫോളിലേക്കാണ്. നമ്മൾ നിന്ന ആ ലൊക്കേഷനിൽ നിന്ന് ആകെ ഒരു 3 മിനിറ്റ് ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ അവിടെ നിന്ന് വന്നപ്പോൾ കണ്ടു കേട്ടോ വെള്ളം ഇങ്ങനെ വരുന്ന ഭയങ്കര രസമുണ്ട്. പഠിച്ചിട്ട് കാണാം. ഈ കാണുന്നതാണ് ചിന്നക്കനാൽ വാട്ടർഫോൾസ്. ശരിക്കും ഭയങ്കര മഴയുള്ള സമയമാകുമ്പം അത് ഇച്ചുകൂടി സൂപ്പറായതേനെ അല്ലേ ഏട്ടായി. നിറച്ചും വെള്ളം വന്ന് അടിപൊളിയായതിനെ. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഗുഡ്. ചോറുണ്ണാൻ വേണ്ടി വന്നേക്കുവാണ്. അടിപൊളി വെജ് മീലും ഫിഷ് മീലും. ചേട്ടായി ബിസിയാണ് ഫോണിൽ. അപ്പോൾ ചോറുണ്ടിട്ട് വരാം. ഓക്കെ. ഫൈനലി ഞങ്ങളിവിടെ ഹിൽ ടോപ്പ് അഡ്വഞ്ചർ എന്ന സ്ഥലത്ത് സിപ്പ് ലൈനിൽ വന്നതാണ്. ഞങ്ങൾ ആദ്യം വന്നത് വേറെ സ്ഥലം നോക്കിയാണ് വന്നപ്പം ചായ കുടിക്കാൻ ഒരു കട കയറിയപ്പോഴാണ് ഇത് കണ്ടത്. ആ ഒരു ലൊക്കേഷനിലേക്ക് പിന്നെയും ഒരുപാട് പോകണം. പിന്നെ തിരിച്ച് കയറും വീണ്ടും മൂന്നാറിലേക്ക് വരാൻ ഒരുപാട് ദൂരമുള്ളതുകൊണ്ട് ഞാൻ ഓർത്തുനിന്ന് ഇവിടെ തന്നെ പോകാമെന്ന്. സോ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അങ്ങ് അറ്റത്ത് അവിടെ എവിടെയോ ചെല്ലും. അവിടുന്ന് പിന്നെ തിരിച്ച് വീണ്ടും താഴെ എത്തും. അതാണ്. ആർ യു എക്സൈറ്റഡ്? പറ. റിയലി? ചേട്ടാ ഈ ഹൈറ്റ് പേടിയാണ്. അതെങ്ങനെ നിൽക്കുന്നത് ചേട്ടാ? എനിക്ക് വെള്ളം ഭയങ്കര പേടിയാണ്. പക്ഷേ ചേട്ടാ എന്നെ ഡാമിൽ സ്പീഡ് ബോട്ടിൽ കൊണ്ടുപോയി. അപ്പം ഇത് ചേട്ടാക്ക് ഹൈറ്റ് പേടിയാണ്. അപ്പം ചേട്ടനെ ഞാൻ കൊണ്ടുപോകുന്നു. ഓക്കെ ഓക്കെ അല്ലേ? ഇങ്ങ് നോക്ക്. ചേട്ടാ വെയിറ്റ് ചെയ്യണം ആൾക്കാർ പോകുന്ന കാണാൻ വേണ്ടി. അത് കണ്ടിട്ട് ചേട്ടാ ഡിസൈഡ് ചെയ്യുമെന്ന് പറഞ്ഞേ. ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം.
ഞങ്ങൾ ടിക്കറ്റ് എടുത്തിരിക്കുകയാണ് 2 പേർക്കുള്ള. വെയിറ്റ് ചെയ്യാം, അവർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. നോക്കാം. ജെന്യൂനായിട്ട് പറയണേ. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അവർ പോട്ടെ. ഇതുപോലെ ആയിട്ട് ഞങ്ങൾ പോയത്. അങ്ങോട്ട് പോകാനുള്ള വീഡിയോ, തിരിച്ചു വരുമ്പം വീഡിയോ ഇല്ല കേട്ടോ. ഞാൻ താഴോട്ട് നോക്കിയതേ ഇല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാ പോകുന്നത്. താഴത്തെ വീടൊന്നും കണ്ടില്ലേ? അത് നല്ല രസമായിരുന്നു. താഴെ ഇടയ്ക്ക് ഏറ്റവും പേടിയായിട്ട് തോന്നിയത് ഭാഗം ചേട്ടാ എന്നോട് ചോദിക്കാം അവിടെ ചെന്ന് കഴിയുമ്പോൾ തിരിച്ച് നീ പോയിട്ട് വണ്ടി എടുത്തോണ്ട് വന്നേക്കോ ഞാൻ. അപ്പോൾ ആ ചെറുക്കന്മാരെന്നെ പറഞ്ഞു ചേച്ചി തിരിച്ച് വരണമെങ്കിൽ കറങ്ങി ചുറ്റി കുറേ വഴിയുണ്ട്, ഇങ്ങോട്ട് വരുന്ന പോലെ അല്ലേയൊക്കെ പറഞ്ഞ് വിട്ടതേ. മരച്ച ഐസ് പോലെ ഇരിക്കുക. ചാ നോക്കിച്ചാ ഓക്കെ അല്ലേ? പോവാം നമുക്ക്. വാ, ഞാൻ വണ്ടി എടുക്കാം. ഓക്കെ. ഇതാണ് മൂന്നാർ ടൗൺ. ശരിക്കും പറഞ്ഞാൽ മൂന്നാർ ടൗൺ എന്ന് പറയുന്നത് വളരെ ചെറുതാണ് അല്ലേ ഏട്ടായി? ചെറിയൊരു ടൗൺ. ഭയങ്കര തിരക്കാണ്. ഈ ടൂറിസ്റ്റുകാരും പിന്നെ ഇവിടുത്തെ ആൾക്കാരും അവരുടെ ചന്തയും ഒക്കെ ആയിട്ട് വളരെ ചെറിയൊരു സ്പേസാണ് മൂന്നാർ ടൗൺ. പക്ഷേ അവൻ്റെ ഔട്ടർ റീജിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള നല്ല സൂപ്പർ വ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളി സ്ഥലമാണ്. ടൗണിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ട്രാഫിക്കും കാര്യങ്ങളൊക്കെ പെടും. അല്ലാത്ത വർഷം അടിപൊളിയാണ് കേട്ടോ. ഇന്നത്തെ ഞങ്ങളുടെ കറക്കം ഇവിടെ കഴിഞ്ഞു. ഞങ്ങൾ നേരെ തിരിച്ച് റൂമിലോട്ട് പോവാണ്. പോകുന്ന വഴിക്കാണ് കേട്ടോ ഇത് കണ്ടത്. തെങ്ങിൻ്റെ പൊങ്ങില്ലേ അതും പിന്നെ ഐസാപ്പിളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ മലയാളം വാക്ക് എനിക്കറിയില്ല കേട്ടോ, അതുകൊണ്ടാണ് പറയാത്തത്. പല സ്ഥലത്തും പല പേരല്ലേ. എനിക്ക് നൊങ്കെന്നാന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ അതൊക്കെ കഴിച്ചു. എന്നിട്ട് പിന്നെ നേരെ വീട്ടിലോട്ടല്ല റൂമിലോട്ട് പോവുകയാണ്. കാരണം നാളെ കുളുക്കുമലയ്ക്ക് പോകാനുള്ളതാണ്. അത് രാവിലെ 4 മണിക്ക് എണീറ്റ് ചെല്ലാനാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കുളുക്കുമല വിശേഷങ്ങളൊക്കെ കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.